നമ്മളൊക്കെ എത്ര നിഅമത്തില. മൻ അസ്ബഹ ഫീ സിർബിഹി ആമിനൻ മുആഫൻ ഫീ ജസദിഹി വഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയാ ബിഹദാഫിരിഹാ. ഏതൊരു മനുഷ്യനും രാവിലെ നേരം പുലരുമ്പോൾ മൻ അസ്ബഹ ഫീ സിർബിഹി ആമിന, തന്റെ കൊച്ചുകൂരയിൽ നിർഭയനായി നേരം പുലരുകയും മുആഫൻ ഫീ ജസദിഹി, ശരീരത്തിന് അപകടങ്ങളൊന്നും സംഭവിക്കാതെ കാര്യമായ അസുഖങ്ങളൊന്നുമില്ലാതെ നേരം പുലർന്നാൽ വഇൻദഹു ഖൂതു യൗമിഹി, അന്നത്തെ ദിവസം ആ ഒരൊറ്റ ദിവസത്തിന്റെ ഭക്ഷണമല്ലാതെ മറ്റൊന്നും കയ്യിലില്ലാതെ ഒരാൾ നേരം പുലർന്നാൽ തന്നെ ഫകഅന്നമാ ഹീസതു ലഹു ദുനിയാ ബിഹദാഫിരിഹാ, ലോകം മുഴുവനും അവന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തതിന്റെ തുല്യമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പരാതി പറയാൻ, എനിക്കതില്ലല്ലോ ഇതില്ലല്ലോ, എൻ്റെ വീട് അത്രക്കായില്ലല്ലോ, എൻ്റെ വാഹനം അത്രക്കായില്ലല്ലോ, എനിക്കിത് കിട്ടിയില്ലല്ലോ അത് കിട്ടിയില്ലല്ലോ. അള്ളാഹു തന്നതിന് നമ്മൾ ശുക്ർ ചെയ്തിട്ടുണ്ടോ? അള്ളാഹുവേ, കാണാനുള്ള 2 കണ്ണ് നീ തന്നുവല്ലോ അല്ലാഹ്, അത്ര നിഅമത്താണത്. കേൾക്കാൻ കാതുകൾ തന്നുവല്ലോ അല്ലാഹ്, ഭക്ഷണം രുചിക്കാനുള്ള നാവ് തന്നുവല്ലോ, അത് ചവച്ചരക്കാനുള്ള പല്ലുകൾ തന്നുവല്ലോ, കൈകാലുകൾ തന്നുവല്ലോ. പടച്ചവനെ, എൻ്റെ ഹാർട്ട്, എൻ്റെ കിഡ്നി, എൻ്റെ ലിവർ, എൻ്റെ ശരീരം, ഇതൊക്കെ നീ തന്നതാണല്ലോ അല്ലാഹുവേ എന്ന് തിരിച്ചറിഞ്ഞ് ശുക്ർ ചെയ്യേണ്ടതിന് പകരം അശ്ശക്വാ അലൽ മഫ്ഖൂദ്, ഇല്ലാത്തതിന്റെ പേരിൽ പരാതി പറയുന്നത്, അത് അല്ലാഹുവിന് ഇഷ്ടമല്ല. മുഅ്മിനെ, നമ്മളൊക്കെ ലോകം കയ്യിൽ അല്ലാഹു തന്നതിന് തുല്യം നേരം പുലരുന്നവരാണ്. അല്ലാഹു ആ നിഅമത്ത് നമ്മുടെ നാടുകളിൽ, നമ്മുടെ ഉമ്മത്തിൽ അല്ലാഹു നിലനിർത്തട്ടെ. പക്ഷേ ഈ നിഅമത്ത് എങ്ങനെ ചെലവഴിക്കണം? സ്വഹാബിമാർ കൊണ്ടുപോകുന്നത് സ്വന്തം കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമല്ലാതെ മറ്റൊന്നുമില്ലാത്തൊരു വീട്ടിലേക്ക്